തമ്പുരാൻകുന്നിൻ്റെ സാമൂഹ്യ പാഠം ഇറങ്ങിയിട്ട് ഒരു വർഷം തികയാൻ പോവാണ്. പുസ്തകം ഇറങ്ങിയ കഴിഞ്ഞ 8-9 മാസ കാലയളവ് കൊണ്ട് ധാരാളം പേർ വായിക്കുകയും ഒരുപാട് പേർ അഭിപ്രായങ്ങൾ പറയുകയും ധാരാളം റിവ്യൂകളൊക്കെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ തന്നെ പുസ്തകത്തിനെ കുറിച്ചും കഥയെക്കുറിച്ചും കഥാപാത്രങ്ങളെക്കുറിച്ചും ഒക്കെ ധാരാളം ചോദ്യങ്ങൾ നേരിട്ടും അല്ലാതെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ എൻ്റെ അരികിലേക്ക് എത്തിയിട്ടുണ്ട്. അതിൽ ചില ചോദ്യങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഉത്തരങ്ങൾ ആ സമയങ്ങളിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ പിന്നീടൊരവസരത്തിൽ വ്യക്തമായി പറയാമെന്ന് മാറ്റിവെച്ചിട്ടുമുണ്ട്. പിന്നെ നടന്ന പുസ്തക ചർച്ചകളിൽ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള ചോദ്യങ്ങളിലൊക്കെ അവിടെ വെച്ച് തന്നെ വ്യക്തമായ മറുപടി പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്രധാനമായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു ചോദ്യത്തിനെ കുറിച്ച് മറുപടി പറയുകയാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. അതിലെ ആ ചോദ്യം എന്ന് പറയുന്നത് പലരും ചോദിച്ചൊരു ചോദ്യമാണ്. തമ്പുരാൻകുന്നിൻ്റെ സാമൂഹ്യ പാഠം വായിച്ചു, അതിലെ ചില കഥാപാത്രങ്ങളിൽ ചാന്നാർ അല്ലെങ്കിൽ ചാന്നാട്ടി എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് ചാന്നാർ ലഹളയുമായിട്ടോ ചാന്നാർ കലാപവുമായിട്ടോ എന്തെങ്കിലും ബന്ധം ഈ നോവലിനുള്ളത് കൊണ്ടാണോ, അതേ അതിലേക്കുള്ള എന്തെങ്കിലും സൂചനകൾ ഈ നോവലിൽ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത് കൊണ്ടാണോ ഈ ചാന്നാർ ചാന്നാട്ടി എന്ന പദങ്ങൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്നായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം. എന്നുള്ള മറുപടി എന്ന് പറയുന്നത് ചാന്നാർ ലഹളയുമായിട്ടോ ചാന്നാർ കലാപവുമായിട്ടോ തമ്പുരാൻകുന്നിൻ്റെ സാമൂഹ്യ പാഠം എന്ന് പറയുന്ന നോവലിന് ഒരു ബന്ധവും ഇല്ല എന്നുള്ളതാണ്. എന്നാൽ ചാന്നാർ എന്ന് പറയുന്ന പദവും ചാന്നാട്ടി എന്ന് പറയുന്ന പദവും ഉപയോഗിക്കാനുള്ള കാരണം അരിയോട്ടുകോണത്തെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ അരിയോട്ടുകോണത്തെ തട്ടകമാക്കിയിട്ടാണ് ഈ നോവൽ എഴുതപ്പെട്ടിട്ടുള്ളത്. ഒരു സാങ്കല്പിക കഥയാണ്. കുറേ കഥാപാത്രങ്ങളും വ്യക്തികളൊക്കെ ഇതിനകത്തുണ്ട്. നോവലിന്റെ കഥാപരിസരത്ത് ജീവിച്ചിരുന്ന ആൾക്കാരുടെ കൂടുതൽ പേരും ഈഴവ സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ്. മറ്റു സമുദായത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലും ബഹുഭൂരിപക്ഷം എന്ന് പറയുന്നത് ഈ കഥ നടക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ബഹുഭൂരിപക്ഷം പേരും വരുന്നത് ഈഴവ സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ്. അവരെയൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ അവരിൽപ്പെട്ട കുടുംബത്തിൽപ്പെട്ട മുതിർന്നവരൊക്കെ ചാന്നാരെന്നും ചാന്നാട്ടി എന്നൊക്കെ പേരിനൊപ്പം ചേർത്ത് വിളിക്കുന്ന കേട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. അത് വേണമെങ്കിൽ ഒരു സാധൂകരണം എന്നുള്ള നിലയിൽ ഈ പേരുകൾ ചാന്നാർ ചാന്നാട്ടി എന്ന പേരുകൾ ഉപയോഗിച്ചതിന് വേണമെങ്കിൽ എനിക്ക് പറയാം. എന്നാൽ അതിന് കുറച്ചുകൂടെ ഒരു ആഴത്തിലുള്ളൊരു മറുപടി പറയുകയാണെങ്കിൽ എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള പ്രചോദിപ്പിച്ചിട്ടുള്ള ഒരു ചരിത്ര പുരുഷൻ്റെ ചരിത്ര കഥാപാത്രത്തിൻ്റെ പേരിൽ നിന്നാണ് ഈ ചാന്നാർ ചാന്നാട്ടി എന്നുള്ള പദം ഈ നോവലിൽ ഉപയോഗിക്കണം എന്നൊരു തീരുമാനത്തിലേക്ക് ഞാൻ എത്തിയത്. അദ്ദേഹത്തിൻ്റെ പേര് ആലുംമൂട്ടിൽ കൊച്ചുകുഞ്ഞ് ചാന്നാർ എന്നാണ്. അദ്ദേഹത്തിൻ്റെ ചരിത്രം ആലുംമൂട്ടിൽ ചാന്നാർ എന്ന് പറഞ്ഞ് ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ഈ നോവൽ വായിച്ചിട്ടോ അല്ലാതെ തന്നെ ചാന്നാർ എന്ന് മാത്രമായിട്ട് ഗൂഗിളിൽ നമ്മൾ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ചാന്നാർ ലഹള, ചാന്നാർ കലാപം തുടങ്ങിയ കാര്യങ്ങളാണ് ആദ്യം വരുന്നത്. എന്നാൽ ആലുംമൂട്ടിൽ ചാന്നാർ എന്ന് മാത്രം പൂർണ്ണമായി അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ആലുംമൂട്ടിൽ കുടുംബത്തിൻ്റെ ചരിത്രം മുഴുവനായിട്ട് നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. ആലുംമൂട്ടിൽ കുടുംബത്തിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കി പറഞ്ഞാൽ ആലുംമൂട്ടിൽ കൊച്ചുകുഞ്ഞ് ചാന്നാരെ കുറിച്ച് മാത്രം ചുരുക്കി പറയുകയാണെങ്കിൽ തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് മോട്ടോർ കാറും മോട്ടോർ സൈക്കിളും വാങ്ങിയ വ്യക്തിയാണ് അദ്ദേഹം. തിരുവിതാംകൂർ മഹാരാജാവ് മോട്ടോർ കാർ ഇറക്കുമതി ചെയ്യുന്നതിന് മുമ്പ് മോട്ടോർ കാർ ഇറക്കുമതി ചെയ്ത ആളാണ് ഈ കൊച്ചുകുഞ്ഞ് ചാന്നാർ. അദ്ദേഹത്തിൻ്റെ വണ്ടി ഓട്ടിക്കാനായിട്ട് റോഡ് വരെ സ്വന്തമായിട്ടുണ്ടാക്കി ആ റോഡിലൂടെ ഇദ്ദേഹത്തിൻ്റെ കാറ് ഓട്ടിച്ചതായിട്ടൊക്കെയാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുമാത്രമല്ല അന്നത്തെ കാലത്ത് തിരുവിതാംകൂറിലും മദ്രാസ് പ്രസിഡൻസിയിലും ഏറ്റവും കൂടുതൽ നികുതി രാജാവിലേക്ക് അല്ലെങ്കിൽ രാജകൊട്ടാരത്തിലേക്ക് നൽകിയിരുന്നതും അദ്ദേഹമായിരുന്നു, അദ്ദേഹത്തിൻ്റെ കുടുംബമായിരുന്നു. അന്നത്തെ 10,000 രൂപ ആണ് അവർ നികുതിയായി നൽകിയിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഇതുകൂടാതെ തിരുവിതാംകൂർ രാജകുടുംബം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നൽകേണ്ടിയിരുന്ന കപ്പമായ 10,000 പൊന്മണവും അന്നത്തെ കാലത്ത് ഈ ആലുംമൂട്ടിൽ ചാന്നാർ നേരിട്ടാണ് നൽകിയിരുന്നത് എന്നും ഇതുമായി ബന്ധപ്പെട്ട എഴുത്തുകളിൽ നിന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. ആലുംമൂട്ടിൽ ചാന്നാർ കുടുംബത്തിൻ്റെ തറവാടിൻ്റെ ചരിത്രം പറയുന്നത് പഴയകാലത്ത് രാജ കൊട്ടാരത്തിലേക്ക് അല്ലെങ്കിൽ രാജ്യത്തിലേക്ക് വേണ്ട സൈനികരെയും കുതിരപ്പടയാളികളെയും ഒക്കെ സംഭാവന ചെയ്തിരുന്നത് പരിശീലിപ്പിച്ചിരുന്നത് ഇവരായിരുന്നു എന്നാണ്. 64 കളരികൾ ഇവർക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്നുവെന്നും എല്ലാ വർഷവും 1000 കാലാൾ പടയാളികളെയും 250 കുതിരപ്പടയാളികളുമൊക്കെ ഈ രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് രാജ്യത്തിലേക്ക് സംഭാവന ചെയ്തിരുന്നവരാണ്. അതോടൊപ്പം തന്നെ ഈ സൈന്യത്തിൻ്റെ പൊരുതാനുള്ള വിഭാഗത്തിലും ഇന്റലിജൻസിലുമൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട പദവികളൊക്കെ ഈ ആലുംമൂട്ടിൽ ചാന്നാർ കുടുംബവുമായി ബന്ധപ്പെട്ടവർ അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവർ വഹിച്ചിരുന്നു എന്നുമൊക്കെ ചരിത്രം പറയുന്നുണ്ട്.
ഈ ആലുമൂട്ടിൽ കൊച്ചുകുഞ്ഞ് ചാന്നാരായിരുന്നു ഇതിൽ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ആലുമൂട്ടിൽ തറവാട്ടിലെ അംഗം എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ മരണം വളരെ ഏറെ പ്രതിസന്ധികൾ സൃഷ്ടിച്ച വളരെ വലിയ ആഘാതങ്ങൾ ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു. അദ്ദേഹത്തിന്റെ അവസാനം അദ്ദേഹം മരുമക്കത്തായം നിർത്തലാക്കി മക്കത്തായ സംവിധാനത്തിലേക്ക് തറവാട് സ്വത്തുകൾ ഭാഗിച്ചു നൽകുന്നത് മാറ്റാൻ പോകുന്നു എന്നൊരു ശ്രുതി ഉണ്ടാവുകയും അദ്ദേഹത്തിന്റെ അനന്തരവന്മാർ ചേർന്ന് അദ്ദേഹത്തിന്റെ അറയിൽ വെച്ച് കൊല്ലുകയുമായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പ്രതികളെയൊക്കെ അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തിന്റെ ഒരു അനന്തരവനെ തിരുവിതാംകൂർ മഹാരാജാവ് ശിക്ഷിക്കുകയും വധശിക്ഷയ്ക്ക് വിധേയനാക്കുകയും ചെയ്തു എന്നുള്ളതൊക്കെയാണ് ചരിത്രം. അന്നത്തെ കാലത്ത് തിരുവിതാംകൂറിലെ രാജകുടുംബത്തിന്റെ കൊട്ടാരങ്ങൾക്ക് തുല്യമായ വീടുകൾ, മാൻഷനുകൾ ആണ് ഈ ആലുമൂട്ടിൽ തറവാട്ടുകാർ നിർമ്മിച്ചിരുന്നത്. അതിലൊരു മാൻഷൻ, ആ വീട്, തറവാട് ഇപ്പോഴും മുക്കം എന്ന് പറയുന്ന സ്ഥലത്ത് ആലപ്പുഴയിലുണ്ട്. അവിടെ നിർമ്മിച്ചിരിക്കുന്ന ഈ തറവാട് നമ്മൾ രക്തസാക്ഷികൾ സിന്ദാബാദ് എന്ന മോഹൻലാലിന്റെ സിനിമയിൽ ഒരു വിഷ്വലായിട്ട് കണ്ടിട്ടുണ്ടാവും. ഈ തറവാടില് ആലുമൂട്ടില് കൊച്ചുകുഞ്ഞ് ചാന്നാരുടെയും മരണവും അദ്ദേഹത്തെ കൊല ചെയ്യുന്ന സമയത്ത് ഇത് കണ്ടുകൊണ്ട് കയറി വന്ന വേലക്കാരിയെ ഉൾപ്പെടെ കൊല ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത്. ഈ മരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതിന് ഉണ്ടായ സംഭവ വികാസങ്ങളും അതിനുശേഷം ഈ തറവാട്ടിലെ ആൾക്കാർക്ക് താമസിക്കാൻ വയ്യാത്ത സാഹചര്യം ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ചരിത്രം പറയുന്നു. അതിനുശേഷം ആ തറവാട്ടിൽ ആളതാമസമില്ലാതാവുകയും ഈ തറവാടിനെ കുറിച്ചിട്ടുള്ള കേട്ടുകേൾവിയിൽ നിന്നാണ് മധുമുട്ടം എന്ന് പറയുന്ന എഴുത്തുകാരൻ നമ്മുടെ പ്രശസ്തമായ മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന സിനിമയുടെ കഥ ഉരുത്തിരിച്ചെടുത്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഈ ആലുമൂട്ടിൽ തറവാടിന്റെ പ്രധാന വാതിലിൽ ഉറപ്പിച്ചിട്ടുള്ള പൂട്ടാണ് മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന ആ സിനിമയിലെ പൂട്ടായിട്ട് റീക്രിയേറ്റ് ചെയ്ത് ഉപയോഗിച്ചിട്ടുള്ളത് എന്നും പറയുന്നുണ്ട്. ഇതില് ആലുമൂട്ടിൽ ചാന്നാരെന്ന് പറയുന്ന ആ ചരിത്ര പുരുഷന്റെ, ധീര യോദ്ധാവിന്റെ കഥകൾ പലപ്പോഴായിട്ട് ചരിത്ര പുസ്തകങ്ങളിൽ വായിച്ച് ഇൻസ്പയർ ആയാണ് ഞാൻ ആദ്യമായി എഴുതിയ തമ്പുരാൻ കുന്നിന്റെ സാമൂഹ്യ പാഠം എന്ന് പറയുന്ന നോവലിലെ ശങ്കരൻ ചാന്നാർ എന്ന് പറയുന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചിട്ടുള്ളത്. അത് തൊട്ട് അങ്ങോട്ടാണ് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ചെല്ലമ്മ ചാന്നാട്ടി എന്ന രണ്ടാം ഭാഗം, അല്ലെങ്കിൽ അടുത്ത കഥ വരുന്ന ഭാഗത്ത് ഒരു നായിക കഥാപാത്രത്തിന് പീലി ചാന്നാട്ടിയും എന്നൊക്കെ ഞാൻ കൊടുത്തത്. അപ്പോൾ ഇതില് പ്രധാനമായിട്ട് പറയേണ്ടത്, ഇതില് ആലുമൂട്ടിൽ കൊച്ചുകുഞ്ഞ് ചാന്നാർ എന്ന് പറയുന്ന ചരിത്ര പുരുഷനിൽ നിന്നുള്ള ഇൻസ്പിറേഷനാണ് ഇതിലെ ശങ്കരൻ ചാന്നാരെ സൃഷ്ടിക്കാനുള്ള സാഹചര്യം ഒരുക്കിയതെന്നും ഈ കഥയ്ക്ക് അല്ലെങ്കിൽ നോവലിന് ചാന്നാർ കലാപവുമായിട്ട് ഒരു ബന്ധമില്ലെന്നും ഇവിടെ